ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഡിന്നറായിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റുള്ള ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ്. ഇത് കഴിക്കാനായിട്ട് കറി പോലും ആവശ്യമില്ല കേട്ടോ, അത്രയും ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്ത സമയത്ത് ഇത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ 1/2 കപ്പ് ഇതുപോലെ നുറുക്ക് ഗോതമ്പില്ലേ അതെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നുറുക്ക് ഗോതമ്പ് കയ്യിലില്ലാത്തവർ വെറുതെ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴുകി എടുത്തിട്ടുള്ള നുറുക്ക് ഗോതമ്പ് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള ചേർത്താലും മതി കേട്ടോ. ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മട്ടരിയുടെ ചോറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, ഏതരിയുടെ ചോറ് വേണമെങ്കിലും ചേർക്കുക. 1 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് പോരായ്ക തോന്നി, അരച്ചെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവുമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. നമ്മളിതിലേക്ക് നുറുക്ക് ഗോതമ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഞാനിതപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചുഴറ്റിയിട്ട് വീണ്ടും അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത വെള്ളത്തിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരും എടുക്കുന്ന ഗോതമ്പ് പൊടിക്കും നുറുക്ക് ഗോതമ്പിനൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. അതായത് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആവുന്നത് വരെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതവിടെ ഇരിക്കട്ടെ, ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സംഭവങ്ങൾ വഴറ്റിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കയ്യിലുള്ളവർ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സവാളയും 1 ക്യാരറ്റും അതുപോലെ തന്നെ 1 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇഷ്ടമായിട്ട് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇന്ന വെജിറ്റബിൾസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനും വേണ്ടിയിട്ടാണ് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഈ പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എരിവിനായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ ചില്ലി ഫ്ലേക്സോ ഏതാണോ താല്പര്യം അത് ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലപോലെ കളർ ചേഞ്ചായി വരുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ 1 പീസ് ഇഞ്ചി കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിതപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒന്ന് വഴന്ന് വന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഗോതമ്പ് ദോശ കഴിക്കാനായിട്ട്. ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തേങ്ങയിലെ വെള്ളം ഒന്നങ്ങ് വറ്റി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഇത് നമുക്ക് കലക്കിയെടുത്തിട്ടുള്ള മാവിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചൂടാറാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചൂടോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചൂടോട് കൂടി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കൽ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ ആ ഇട്ട് കൊടുത്ത സ്ഥലത്ത് കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുത്ത പാടിനെ പെട്ടെന്ന് തന്നെ ഇളക്കി മിക്സാക്കി എടുക്കണേ. ഞാനിതപ്പോൾ ചൂടോടുകൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുണ്ടോ, ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്ത സ്ഥലത്ത് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുത്താൽ അത് ഈസി ആയിട്ട് തന്നെ കലക്കി എടുക്കാനും പറ്റും കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ.
ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തോട്ടെ. എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഇനി ഇത് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കുക. ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ പച്ചക്കറികളൊക്കെ വഴറ്റിയെടുത്ത് അതേ പാനിൽ തന്നെയാണ് കേട്ടോ ഇത് ചുട്ടെടുത്തിട്ടുള്ളത്. പാനൊന്ന് ചൂടായി വന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മുകൾ ഭാഗമൊക്കെ ഒന്ന് അവിടെ ആയി വന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ജസ്റ്റ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്നും മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം മൊരിച്ചിൽ വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്കിത് ചുട്ടെടുക്കാം. ഇതപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ശേഷം ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും ഇഷ്ടമാവും. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല ചൂടോടുകൂടി കഴിക്കാനായിട്ടാണെങ്കിൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ ചാനലിൽ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ്, സ്നാക്കിൻ്റെ റെസിപ്പീസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗോതമ്പ് ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.